RSS സ്ഥാപകനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ ഡോക്ടർ ഹെഡ്ഗേവാറിൻ്റെ പേരിൽ പത്തനംതിട്ട ഇലന്തൂരിൽ ഒരു റോഡുണ്ട്. ഡോക്ടർ ഹെഡ്ഗേവാറിൻ്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഈ പ്രദേശത്തെ സ്വയംസേവകർ റോഡ് നിർമ്മിച്ചത്. 500ഓളം ആളുകളുടെ പ്രധാന സഞ്ചാരമാർഗമായ ഈ റോഡ് ഉദ്ഘാടനം ചെയ്തതാവട്ടെ മുൻ കോൺഗ്രസ് പഞ്ചായത്ത് പ്രസിഡന്റ്. പഞ്ചായത്ത് ഓഫീസ്, അതുപോലെ തന്നെ കോളേജ്, വില്ലേജ് ഓഫീസ്, ഖാദിയുടെ ഓഫീസ്, അങ്ങനെയുള്ള ഭരണസ്ഥിരാ കേന്ദ്രത്തിൽ ഉള്ള എല്ലാ സ്ഥാപനങ്ങളും ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ഇലന്തൂരിൻ്റെ ഈ ഭാഗം. അപ്പോൾ ഈ ഭാഗത്ത് പ്രധാനപ്പെട്ട 2 റോഡുകളെ ബന്ധിപ്പിക്കുന്ന ഒരു റോഡായിട്ടാണ് അന്ന് ഈ റോഡ് വെട്ടാൻ അല്ലെങ്കിൽ റോഡ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ നമ്മുടെ ശാഖയിലെ സ്വയംസേവകർ തീരുമാനിച്ചത്. ആ സമയത്ത് വളരെ രൂക്ഷമായിട്ടുള്ള സഞ്ചാര കാര്യങ്ങൾ സഞ്ചരിക്കുന്നതിന് വേണ്ടി വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു ഈ ഭാഗം. ആ സമയത്ത് ഇങ്ങനെയുള്ള ഒരു ആവശ്യം ഈ ഭാഗത്തുള്ള പൊതുജനങ്ങൾ നമ്മുടെ മുമ്പിൽ വെക്കുകയും ഇപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ശാഖയിൽ കൂടി ആലോചിച്ചതിന് ശേഷം ഈ ഒരു റോഡ് നിർമ്മാണം ഏറ്റെടുക്കുകയും അതിന് മുൻകൈ എടുത്തത് അന്ന് ശാഖയിലെ മുഖ്യസ്ഥായിരുന്നിട്ടുള്ള ശ്രീ ജി വിദ്യാധിരാജൻ ആണ്. അദ്ദേഹമായിരുന്നു അന്ന് ഇതിന് നേതൃത്വം കൊടുത്ത് ഈ റോഡ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നേതൃത്വം കൊടുത്ത വ്യക്തി. 1990-ൽ ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂർ പഞ്ചായത്ത് 11-ാം വാർഡിൽ നിർമ്മിച്ച ഈ റോഡ് ഇന്ന് ചരിത്രത്തിന്റെ ഭാഗമാണ്. 500ഓളം ആളുകളുടെ സഞ്ചാരപാത, 500 മീറ്ററിലധികം നീളം. മുൻ കോൺഗ്രസ് പഞ്ചായത്ത് പ്രസിഡന്റ് TG നരേന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്ത റോഡ്. സാമൂഹ്യവിരുദ്ധർ പലപ്പോഴും റോഡിന്റെ ബോർഡ് നശിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങൾ, റോഡിനു വേണ്ടി വർഷങ്ങൾക്കിപ്പുറം നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ, 34 വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ പേരിലുള്ള ഈ റോഡിന്റെ നിർമ്മാണം മുതൽ ഇതുവരെയുള്ള ഘട്ടങ്ങൾ. അന്നത്തെ RSS മുഖ്യ ശിക്ഷകന്റെ വാക്കുകൾ ഇങ്ങനെ: ഈ പ്രദേശത്തുള്ള ആൾക്കാർ അന്ന് ഈ റോഡ് വളരെയധികം നടന്നു പോകാൻ പറ്റാത്ത തരത്തിലേക്ക് ചെറിയ തോടായിരുന്നു. അവിടുത്തെ പ്രദേശത്തെ ആൾക്കാർ നമ്മളോട് ആവശ്യപ്പെട്ടു, വഴി വേണം, നല്ലൊരു വഴി വേണം, സഞ്ചരിക്കാനുള്ളൊരു മാർഗം വേണമെന്ന് നമ്മളോട് ആവശ്യപ്പെട്ടു. അന്ന് ഞാനിവിടെ മേക്കി ശാഖയുടെ മുഖ്യസ്ഥാനായിരുന്നു. അപ്പോൾ നമ്മൾ അന്നത്തെ പ്രവർത്തകരുമായിട്ട് ആലോചിച്ച് അവരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഈ പ്രദേശത്ത് നമ്മൾ റോഡ് വെട്ടി. ഈ പ്രദേശത്ത് ഈ റോഡും മറ്റേ അപ്പുറത്തെ റോഡുമായി ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ റോഡ് വെട്ടിയത്. ഈ 2 പ്രദേശത്ത് ധാരാളമായ ആൾക്കാരുണ്ട്, അവർക്കെല്ലാം വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു റോഡാണ്. ഇത് വെട്ടിയതിന് ശേഷം ഞങ്ങളിത് ഹെഡ്ഗേവാർ റോഡ് അന്ന് ജന്മശതാബ്ദി നടക്കുന്ന സമയമാണ്. ഇത് വെട്ടിയതിന് ശേഷം ഞങ്ങൾ അവിടെയും ബോർഡ് വെച്ചു, ഹെഡ്ഗേവാർ റോഡെന്ന് ബോർഡ് വെച്ചു. പക്ഷേ ചില സമീപസ്ഥരുടെ ഭാഗത്തു നിന്ന് അതിന് പല ശല്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായി, മറ്റ് ചില കേസുകളും അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ടായി. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ റോഡ് വെട്ടിയത്. ജന്മശതാബ്ദി ഡോക്ടർ ജി ജന്മശതാബ്ദി നടക്കുന്ന സമയത്ത് ധാരാളം പരിപാടികൾ നമ്മൾ ഈ പ്രദേശത്തൊക്കെ അന്ന് നടത്തിയിരുന്നു. അപ്പോൾ നടത്തിയതുമായി ബന്ധപ്പെട്ട് ഈ റോഡ് വെട്ടിയ സമയത്ത് അങ്ങനെ ഞങ്ങൾ തന്നെ പറഞ്ഞതിന് ഹെഡ്ഗേവാർ റോഡെന്ന് പേരിടണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഹെഡ്ഗേവാർ റോഡെന്ന് പേര് വിട്ട് ബോർഡും വെച്ച് അന്ന് മൺ റോഡായിട്ടാണ് കിടന്നിരുന്നത്. പിന്നീട് പിൽക്കാലങ്ങളിലാണ് പിന്നെ കോൺക്രീറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് സഞ്ചാര സ്വാതന്ത്ര്യമാക്കിയത്. അന്നും ഇന്നും ഈ റോഡിന്റെ വികസന കാര്യങ്ങളിൽ തൽപരരായി പ്രദേശത്തെ RSS BJP പ്രവർത്തകർ ആവേശത്തോടെയുണ്ട്. സംസ്ഥാനത്ത് ചില അനാവശ്യ വിവാദങ്ങൾ തലപ്പൊക്കുമ്പോൾ ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ പേരിലുള്ള ഈ റോഡ് നിങ്ങൾ കണ്ണു തുറന്നു കാണൂ എന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ് ഇവിടുത്തുകാർ. ജനം, പത്തനംതിട്ട.